ഒരു വ്യക്തി സ്വാമിയെ സമീപിക്കുമ്പോൾ സ്വാമി എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആ ഒരു വ്യക്തി പല ബുദ്ധിമുട്ടുകളായിട്ടും വരുന്നതായിരിക്കും. അപ്പം എങ്ങനെയായിരിക്കും സ്വാമിയുടെ സമീപനം? ഞാനത് ആദ്യത്തെ വീഡിയോയിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണതാണ്. കുടുംബക്ഷേത്രവും കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനനുസരിച്ചുള്ള കർമ്മവും കാര്യങ്ങളും നമ്മൾ നിശ്ചയിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയും. ഇന്നത് ചെയ്യുക. നമുക്കിവിടെ താമ്പല പ്രശ്നം അഷ്ടമംഗലം ഒന്നുമില്ല. നമുക്ക് ഏറ്റവും വലിയ സ്വാമിയാണ് അവിടെ. പലരും എന്നെ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ട് ഇവിടെ പ്രശ്നം വെച്ച് നോക്കണ്ടോ, പ്രശ്നം വെക്കാനായിട്ട് നോക്കട്ടെ, ഒന്ന് പ്രശ്നം വെച്ച് നോക്കി കാര്യങ്ങൾ പറയും. ഞാനിപ്പോഴും പറയണം, നമുക്കിവിടെ പ്രശ്നാദി കാര്യങ്ങളൊന്നുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വിഷ്ണുവായും കരിങ്കുട്ടീനും വെച്ച് അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്മാരെ വെച്ചുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നമ്മളവിടെ ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് എന്ത് കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ കർമ്മത്തിൻ്റെ പരിഹാരം പറയുമ്പോൾ നമുക്കിവിടെ ചാത്തനാണ് ഏറ്റവും വലുത്. ആ ചാത്തനുള്ള വഴിപാട് ചെയ്ത് യഥാശക്തി ചെയ്തേണ്ട അവരുടെ കാര്യങ്ങൾ നടക്കും. അത് നടക്കാതിരുന്നാൽ പോലും നമ്മളതിന് രണ്ടാമത് ഒരു പ്രാവശ്യം കാശ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ട് കാശ് താന്ന് പറയണ പരിപാടി നമുക്കില്ല ഇവിടെ. അവർ വിളിച്ചാൽ പോലും യഥാശക്തി ഞാനിവിടെ ചെയ്തോളാം, കാര്യം നടക്കുന്നവരെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിബന്ധനയാണ്. ഏതൊരു കർമ്മിയാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം കാശ് മേടിച്ച് 10,000 50,000 മേടിച്ചോട്ടെ, ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. നമ്മൾ അത്ര ഒന്നും മേടിക്കുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ആദ്യം പറയുകയാണ്. അതിനുള്ളതൊന്നുമില്ല. 50,000 ഒക്കെ മേടിക്കാനുള്ള ഒരു ഇതുപോലും നമുക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000-നുള്ള കർമ്മങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ദുരിതമായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കേണ്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ 50,000 രൂപ 10,000 രൂപ കർമ്മം ചെയ്ത് 50,000 രൂപ കർമ്മം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് 1,00,000 രൂപയുടെ കർമ്മം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. 50,000 കർമ്മം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമില്ല, അത് നിങ്ങളുടെയും കൂടി പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുക. യഥാശക്തി വെച്ചുള്ള വഴിപാടും കാര്യങ്ങളും ചെയ്ത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്ന ആർക്കും സ്വാമി സാന്നിധ്യമാണ്. പിന്നെ ഞാൻ തരുന്ന മന്ത്രവും കാര്യങ്ങളും നിങ്ങൾ ജപിച്ചോളൂ. നമുക്ക് തലമുറയായിട്ട് കിട്ടിയ മന്ത്രവും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ കൊണ്ടു നടക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റവും കിട്ടും. സ്വാമി കൂടെ ഉണ്ടാവും. അതേ കൂടുതലൊന്നുമില്ല അതിൽ. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.